കലിയുടെ ആഗമനം. ഇത് കാലഗണനയുടെ കഥയാണ്. യുഗങ്ങളിൽ വെച്ച് നാലാമത്തേതും ഏറ്റവും ഇരുണ്ടതുമായ യുഗം പിറന്ന കഥ. മനുഷ്യവർഷക്കണക്കനുസരിച്ച് 4,32,000 വർഷം നീണ്ടുനിൽക്കുന്ന കലിയുഗം. ഇപ്പോൾ ഏകദേശം 5000-ലധികം വർഷങ്ങൾ പിന്നിട്ട് അത് അതിൻ്റെ ശൈശവം വിട്ട് യുവത്വത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. പരീക്ഷിത്തും കാളയും. ലോകം ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തോടടുക്കുകയായിരുന്നു. രാജസൂയ യാഗം ചെയ്ത പാണ്ഡവരുടെ പേരക്കിടാവ് പരീക്ഷിത്തു മഹാരാജാവ് ധർമ്മിഷ്ഠനും പ്രജാപരിപാലകനുമായിരുന്നു. ഒരു യാത്രക്കിടയിൽ അവിടുന്ന് കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കുടിലമായ മുഖവും ഇരുമ്പിന്റെ തൊപ്പിയുമണിഞ്ഞ ഒരു വിചിത്ര രൂപം, ഒടിഞ്ഞ 3 കാലുകളുമായി ദയനീയമായി നിലവിളിക്കുന്ന ഒരു കാളയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ആ കാളയുടെ അവസാനത്തെ കാൽ കൂടി തകർക്കാൻ അയാൾ ഉദ്യമിക്കുകയാണ്. പരീക്ഷിത്ത് കോപാകുലനായി, "നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ധർമ്മരഹിതമായ ഈ പ്രവൃത്തി ചെയ്യുന്നത്?" രാജാവ് ഗർജിച്ചു. അപരിചിതൻ സ്വയം പരിചയപ്പെടുത്തി, "ഞാൻ കലി. ഈ യുഗത്തിന്റെ അധികാരിയും കാരണഭൂതനും ഞാൻ തന്നെ. നിങ്ങൾ കാണുന്ന ഈ കാള ധർമ്മമാണ്. അതിന് 4 പാദങ്ങളുണ്ട്: ദയ, ദാനം, ശുചിത്വം, സത്യം." കലി തുടർന്നു, "സത്യയുഗത്തിൽ ധർമ്മം 4 കാലുകളിൽ ഉറച്ചുനിന്നു. ത്രേതായുഗത്തിൽ ദയ നഷ്ടമായി. ദ്വാപരത്തിൽ ദാനവുമില്ലാതായി. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഈ ധർമ്മകാളയുടെ 3-ാം പാദമായ ശുചിത്വവും തപസ്സും ഒടിഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ അവസാനത്തെ കാൽ, സത്യം കൂടി ഒടിക്കാൻ ശ്രമിക്കുകയാണ്." ധർമ്മത്തെ സ്നേഹിച്ച പരീക്ഷിത്ത് കലിയുമായി യുദ്ധം ചെയ്തു. അവസാനം പരീക്ഷത്തിന്റെ ശൗര്യത്തിനു മുന്നിൽ കലി അടിയറവ് പറഞ്ഞു. എന്നാൽ കലിയെ കൊല്ലാൻ രാജാവിന് സാധിച്ചില്ല. കാരണം കലിക്ക് അവകാശപ്പെട്ടതായിരുന്നു ആ യുഗം. കലിക്ക് ഒരു നിശ്ചിത സ്ഥലം നൽകി അവിടെ ഒതുങ്ങിക്കൂടാൻ പരീക്ഷിത്ത് കൽപ്പിച്ചു. കലി ചോദിച്ചു, "രാജാവേ, എനിക്ക് അധിവസിക്കാൻ അങ്ങയുടെ രാജ്യത്തിൽ ഇടം നൽകിയാലും?" ഒടുവിൽ കലിക്ക് അധിവസിക്കാൻ രാജാവ് കള്ളും ചൂതുകളിയും സ്വർണവും സ്ത്രീസമ്പർക്കവും ഹിംസയുമുള്ള സ്ഥലങ്ങൾ അനുവദിച്ചു നൽകി. ധർമ്മം, സത്യം എന്ന ഏകപാദത്തിൽ മാത്രം കലിയുടത്തിൽ നിലകൊള്ളും എന്ന് അങ്ങനെ തീരുമാനിക്കപ്പെട്ടു. കലിയുടെ ഭരണകാലം മലീമസമായ കാലം. കലി തന്റെ അധികാരം സ്ഥാപിച്ചതോടെ ലോകത്തിന്റെ സ്വഭാവം മാറിമറിഞ്ഞു. ആചാര്യന്മാർ ആസന്നമായ ദുരിതങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. ദുർബലമായ മനുഷ്യ മനസ്സ്. മനുഷ്യർക്ക് ദയയും സ്നേഹവുമില്ലാതായി. അല്പം ധനം കൊണ്ടുപോലും അവർ അഹങ്കാരികളായി. ധർമ്മപരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ബുദ്ധി ഉപയോഗിച്ചു. ആഡംബര സന്യാസം മറയാക്കി കപടവേഷക്കാർ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. പുരാണ ഗ്രന്ഥങ്ങളെ വേണ്ടവിധം ഉൾക്കൊള്ളാതെ തോന്നിയ പോലെ പ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. മാറുന്ന ബന്ധങ്ങൾ. ബലവാന്മാർ സകല സമ്പത്തും സ്വന്തമാക്കി. പണക്കാരൻ എത്ര ദുഷ്ടനായാലും സമൂഹത്തിൽ ഉന്നതനായി. ഭർത്താവിനോട് സ്നേഹമില്ലാതാവുകയും സ്ത്രീകൾ കേശാലങ്കാര തൽപരരായി സൗന്ദര്യത്തെ മാത്രം ആരാധിക്കുകയും ചെയ്തു. ശാസ്ത്രത്തിന്റെ തകർച്ച. ഋഷിപ്രോക്തമായ ശാസ്ത്രങ്ങൾ നിഷിദ്ധങ്ങളായി പ്രഖ്യാപിക്കപ്പെടുകയും സാധാരണക്കാരുടെ വാക്കുകൾ പോലും ശാസ്ത്രമായി കണക്കാക്കപ്പെടുകയും ചെയ്തു. മഴ കുറഞ്ഞു. വയലുകൾ നികത്തപ്പെട്ടു. ഭക്ഷണ സാമഗ്രികൾക്ക് പോഷകങ്ങളില്ലാതായി. കാമം, ക്രോധം, ഭയം എന്നീ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ചതി, കൊലപാതകം, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവ ലോകത്തിലെ പ്രധാന വാർത്തകളായി മാറി. കലിയുഗത്തിന്റെ അനുഗ്രഹം. എല്ലാ ദോഷങ്ങൾക്കിടയിലും കലിയുഗത്തിന് ഒരു വലിയ അനുഗ്രഹമുണ്ടായിരുന്നു. യുഗങ്ങളെക്കുറിച്ചുറന്നു മഹർഷിമാർ ഇത് രേഖപ്പെടുത്തി. കഠിനമായ നിയമങ്ങൾ പാലിച്ചും വലിയ തപസ്സുകൾ ചെയ്തും സത്യയുഗത്തിൽ നേടാൻ കഴിഞ്ഞ പുണ്യം കലിയുഗത്തിൽ അല്പമായ സത്പ്രവർത്തികൾ കൊണ്ട് നേടാൻ സാധിക്കും. പൂന്താനം നമ്പൂതിരി ഇത് തന്റെ ജ്ഞാനപാനയിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു: "യുഗം 4ലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ." സത്യം എന്ന ഒരൊറ്റ കാലിൽ ധർമ്മം ഇപ്പോഴും നിലകൊള്ളുന്നു. ആ സത്യത്തെ കൈവെടിയാതെ ജീവിക്കുന്നവർക്ക് ഈ ഇരുണ്ട യുഗത്തിൽ പോലും മുക്തി സുനിശ്ചിതമാണ്.